സംസ്ഥാനത്ത് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരപ്രദേശങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായിരുന്നു ഇന്നത്തെ ഹർത്താൽ. പല സ്ഥലങ്ങളിലും പോലീസ് സംരക്ഷണത്തിൽ കെ.എസ്.ആർ.ടി.സി. സർവീസുകൾ നടത്തി. പാലക്കാട് കെ.എസ്.ആർ.ടി.സി. ബസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നടത്തുന്ന മൂന്നാമത്തെ ഹർത്താലാണ് ഇന്നത്തേത്. മുൻ ഹർത്താലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത്തവണയും ജനം വലഞ്ഞു. ശബരിമല വിഷയത്തിൽ ബി.ജെ.പി. നടത്തുന്ന നിരാഹാര സമരപ്പന്തലിന് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചതിനെ തുടർന്നായിരുന്നു സംസ്ഥാനത്ത് ബി.ജെ.പി. ഹർത്താൽ. തിരുവനന്തപുരത്ത് കെ.എസ്.ആർ.ടി.സിയുടെ പമ്പ ബസ്സുകൾ സർവീസ് നടത്തി. നഗരത്തിൽ ഓട്ടോറിക്ഷകൾ പലതും സർവീസ് നടത്തി. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറഞ്ഞു. യാത്രാക്ലേശം മൂലം കൊച്ചി നിവാസികൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ് ഹർത്താൽ ദിനത്തിൽ കാണാൻ സാധിച്ചത്. അയ്യപ്പ ഭക്തർ അടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ വാഹനത്തിനായി കാത്തിരിക്കേണ്ടി വന്നു. ബി.ജെ.പി. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പാലക്കാട് കെ.എസ്.ആർ.ടി.സി. ബസിന് നേരെ പുലർച്ചെ ആക്രമണമുണ്ടായി. പാലക്കാട് ഡിപ്പോയിലെയും പെരിന്തൽമണ്ണ ഡിപ്പോയിലെയും ബസ്സുകളുടെ ചില്ലുകളാണ് ബൈക്കിലെത്തിയ സംഘം തകർത്തത്. കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. കെ.എസ്.ആർ.ടി.സി. കോൺവോയ് അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോലീസ് സുരക്ഷയിൽ സർവീസ് നടത്തി. രാവിലെ ചെലവൂരിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അതേസമയം ഇന്നലെ മരിച്ച വേണുഗോപാൽ നായരുടെ മൃതദേഹം ബി.ജെ.പി. സമരപ്പന്തലിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങിയതും കെ.എസ്.ആർ.ടി.സി. ബസ്സുകൾ സർവീസ് നടത്തിയതും പൊതുജനത്തിന് ആശ്വാസകരമായി. ഗ്രാമീണ മേഖലകളിൽ പലയിടങ്ങളിലും കടകളും തുറന്നിരുന്നു. ശ്യാമാർ ബാബുവിനും ലെവിൻ കെ വിജയനുമൊപ്പം പി.എൽ. കിരൺ, മീഡിയ 1 കോഴിക്കോട്. ബി.ജെ.പിയുടെ സംസ്ഥാന ഹർത്താൽ സമ്പൂർണ്ണമായും തിരിച്ചടിച്ചോ? ജനങ്ങളുടെ പുതിയ പ്രതികരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതിയ സന്ദേശം നൽകുന്നുണ്ടോ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആർ സന്ദീപ്, ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം, പി.എം. മനോജ്, ദേശാഭിമാനി ദിനപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, ഒപ്പം എ സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് ആദ്യം സന്ദീപ്, ഇന്നിപ്പോൾ നിങ്ങളുടെ ഹർത്താൽ ദിനം പൂർണ്ണമായിരിക്കുന്നു. ഇന്നലെ അത് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ജനവികാരം എന്തായിരുന്നു എന്ന് താങ്കളും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോലും ഇന്നലെ വലിയ തോതിൽ ആളുകളുടെ പ്രതികരണം ഫോൺ വിളി വഴി എത്തിയിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ തോതിൽ ആളുകൾ കട തുറന്നിരുന്നും വാഹനങ്ങൾ ഓടിച്ചും ഇതിനോട് പ്രതിഷേധിച്ചു പല കേന്ദ്രങ്ങളിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് ഈ അനാവശ്യമായ ഹർത്താൽ എന്തിനായിരുന്നു എന്ന് ബി.ജെ.പി. കേരളത്തോട് വ്യക്തമാക്കണം എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഈ മണിക്കൂറിൽ എത്തിയിരിക്കുന്നു. എന്തിനായിരുന്നു ഹർത്താൽ എന്ന് കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ കൺവിൻസിംഗ് ആയി നിങ്ങൾ കേരളത്തോട് പറയുമോ സന്ദീപ്? നിഷാദ്, നമുക്ക് ഹർത്താൽ നടത്തിയ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് എന്തിനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. ഈ ഹർത്താലിനെതിരെ കേരളം കണ്ട ആദ്യത്തെ ഹർത്താലുമല്ല ഇത് അവസാനത്തേതാകില്ല എന്നും ഉറപ്പുണ്ട്. പിന്നെ ബി.ജെ.പി. നടത്തിയ ഹർത്താലിനോട് മാത്രം ഇന്ന് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് മലയാളികൾക്ക് പൗരബോധവും ഹർത്താലിനെതിരെയുള്ള വികാരവും ഉണ്ടായതിൻ്റെ കാരണവും നമുക്കറിയാം. വളരെ കൃത്യമായി ടാർഗറ്റഡായിട്ട് വളരെ മാസായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജനരോഷം ആയിക്കൊള്ളട്ടെ. ആ ജനരോഷത്തെ നമ്മൾ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ എല്ലാ മഹത്വത്തോടു കൂടിയും ഉൾക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ നടത്തുന്ന എല്ലാ ഹർത്താലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ ഹർത്താൽ ജനരോഷം, നിങ്ങളീ പറയുന്ന ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രഖ്യാപനത്തിലോ അതിൻ്റെ അന്തസത്തയിലോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോ ഞങ്ങൾക്ക് യാതൊരു സംശയവും ആശങ്കയുമില്ല. നിലനിൽക്കട്ടെ. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ഇന്നത്തെ ഹർത്താലിനെ ജനം തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ സ്ഥാപിച്ചുള്ളൂ, നമുക്കത് വിഷയമല്ല. അതോടുകൂടി കേരളത്തിൽ ഇനി മുതൽ ഒരു ഹർത്താലും നടത്തില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു എങ്കിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യമുള്ളവരാണ്. ഞങ്ങളും അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ഇവിടെയുള്ള 3 പാർട്ടിയുടെയും പ്രതിനിധികളുണ്ടല്ലോ, 3 പേരും ആർജവത്തോടു കൂടി പറയണം ശരി, ഞങ്ങൾ ഇല്ല എന്ന്. അത്തരത്തിൽ ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക്, ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്ക് ഈ ഹർത്താൽ തുടക്കം വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. അല്ലാതെ രാഷ്ട്രീയമായി ആ ഹർത്താൽ എന്തിനു പ്രഖ്യാപിച്ചു എന്നുള്ളതിന് ബി.ജെ.പിക്ക് ഉത്തരമുണ്ട്. ബി.ജെ.പി. അതിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഹർത്താലിൻ്റെ ഉദ്ദേശശുദ്ധിയെപ്പറ്റിയോ അല്ലെങ്കിൽ അത് തെറ്റായി പോയിരുന്നു എന്ന് ഒരു രീതിയിലും ഞങ്ങളത് രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാൻ തയ്യാറായി തന്നെ. നിങ്ങൾക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായ ബോധ്യമുണ്ട്, സമ്മതിക്കുന്നു സന്ദീപ്. ഇപ്പോൾ ഹർത്താൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തെ ഒരു പ്രതിഷേധ മാർഗമാണ് എന്നതിൽ തർക്കമില്ല. അത് അപ്പാടെ നിരോധിച്ച് കളയണമെന്ന അഭിപ്രായവും മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ ചർച്ചയിൽ. പക്ഷേ അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് ചർച്ച. ഇവിടെ നമുക്കറിയാമല്ലോ, ഈ സമീപകാലത്ത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തി, അതിനകത്ത് എന്തൊക്കെ കാരണങ്ങൾ നിരത്തി എത്ര ഹർത്താലുകൾ നടത്തിയിട്ടുണ്ട് എന്ന്. ഇന്ന് പ്രഖ്യാപിച്ച, ഇന്ന് നടപ്പിലാക്കിയ നിങ്ങളുടെ ഹർത്താൽ ഉണ്ടല്ലോ,
അതിനെക്കുറിച്ച് നിങ്ങളുടെ അണികളായ ആളുകൾക്ക്, നിങ്ങളുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള അനുഭാവികളായ ആളുകൾക്ക് പോലും പരിപൂർണമായ ബോധ്യം വന്നിട്ടില്ല. അങ്ങനെ പറയുന്നതിനുള്ള ഒരു ഒന്നാമത്തെ കാരണം, നിങ്ങൾ എന്തു കാരണം പറഞ്ഞാണോ ഹർത്താൽ നടത്തിയത് അതിനെ ആകെ നിരാകരിക്കും വിധമുള്ള തെളിവുകൾ ഈ സംസ്ഥാനത്തിന് മുൻപാകെ ഇപ്പോഴുണ്ട് എന്നതുകൊണ്ടാണ്. അത് വസ്തുതാപരമായ രേഖകളായി നമ്മുടെ മുൻപിലുണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ പറയുന്നു അയ്യപ്പ ഭക്തനായ ഒരാൾ, അയാൾക്ക് ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളോടെ അയ്യപ്പന് വേണ്ടി ആത്മഹത്യ ചെയ്തുവെന്ന്. എന്നിട്ട് ഇന്നലെ നിങ്ങൾ പറയുന്നു അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, അതുകൊണ്ട് അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് നിങ്ങൾ ഹർത്താലിലേക്ക് പോകുന്നുവെന്ന്. ഇന്നിപ്പോൾ ഈ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴി കേരളത്തിലെ എല്ലാവർക്കും വായിക്കാൻ അവരുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തിനായിരുന്നു നിങ്ങളുടെ ഹർത്താലെന്ന്? അതിലേക്ക് വരാം. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മളിനി മൊഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഹർത്താലിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഭാവി അതിലേക്ക് നമുക്ക് ചർച്ചയ്ക്ക് വരാം. ഈ ഇന്നലെ മരിച്ച വ്യക്തി, ആ മരിച്ച വ്യക്തി അല്ല, അതിനു മുമ്പ് ഞാൻ പറഞ്ഞോളട്ടെ, ഈ ഞങ്ങളുടേതായ അണികൾ എന്ന് പറഞ്ഞ് ആരാണ് പ്രതിഷേധം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കാണുന്നതാണ് എങ്കിൽ അതേ ആൾക്കാർ തന്നെ CPIMൻ്റെ അനുഭാവികളായുള്ള ആൾക്കാർ, അവരുടെ പ്രൊഫൈൽ പിക്ചർ CPMൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. അവർ തന്നെ ഞാൻ ഒരു സംഘപ്രവർത്തകനാണ്, ഞാൻ സ്വയം സേവകനാണ്, പക്ഷേ ഞാൻ ഈ ഹർത്താലിന് എതിരെ എന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിച്ച ഒരു 10-15 പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. അത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് സന്ദീപ് പറയുന്നത്. എനിക്ക് ഉത്തമമായ ബോധ്യമുള്ള, എനിക്ക് അടുത്തറിയാവുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ബോധ്യമില്ലാത്ത ഒരു ആക്ഷേപമല്ല. ഞാൻ സന്ദീപിന് വേണമെങ്കിൽ ആ കാര്യത്തിലുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്സാപ്പ് ചെയ്ത് തരാം. എനിക്കതിൽ തർക്കമൊന്നുമില്ല, എനിക്കതിൽ ബോധ്യക്കുറവുമില്ല. അല്ല നിഷാദേ, അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഇത് നടത്തിയെന്ന് ഞങ്ങൾക്കും ബോധ്യക്കുറവൊന്നുമില്ല. പിന്നെ അടുത്ത നിങ്ങൾ ചോദിച്ച വിഷയം, ഈ വിഷയത്തിലെ ശബരിമല വേണുഗോപാലൻ നായർ എന്ന് പറയുന്ന അയ്യപ്പ ഭക്തൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യത്തിൽ ഞങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നു. കാരണം വെളുപ്പിനെ 1:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായി 100-ൽ താഴെ ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 10-70 പ്രവർത്തകരും 10-15 പോലീസുകാരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും ദൃക്സാക്ഷികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഏകസ്വരത്തിൽ ഇന്നലെ രാവിലെ 6 മണിക്ക് ചില മാധ്യമങ്ങൾ അവിടെ സംഭവ സ്ഥലത്ത് എത്തി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട്. ആ പോലീസുകാരുടെ ബൈറ്റിൽ ആ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്, ശരണം വിളിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഇത് ചെയ്തത്. ഏത് മാധ്യമത്തിലൂടെയാണ് വന്നതെന്ന് പറയാമോ സന്ദീപ്? ശരണം വിളിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം വന്നതെന്ന് പോലീസുകാരൻ പറഞ്ഞ ആ ബൈറ്റ് എവിടെയാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകളിൽ രാവിലെ 6 മണിക്ക് പോയതാണ്. അതിനുശേഷം അത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് യൂട്യൂബ് മുഴുവൻ പരതിയെങ്കിലും അങ്ങനെ ഒരെണ്ണം കാണാൻ എനിക്ക് സാധിച്ചിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞോളാം. അത് സന്ദീപ് മാത്രമേ കണ്ടുള്ളൂ. സന്ദീപിന്റെ ആ പരിമിതമായ ആ വിശദീകരണത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആനുകൂല്യം സന്ദീപിന് കിട്ടും ഈ ചർച്ചയിൽ. കാരണം എനിക്ക് പിന്നെ തർക്കമില്ല. കാരണം 6 മണിക്ക് പോയി സന്ദീപെ കണ്ടിട്ടുള്ളൂ, പിന്നെ ആർക്കും കാണാനില്ല, അത് അവർ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആനുകൂല്യം സന്ദീപിന് കിട്ടും. എനിക്ക് തർക്കമില്ലല്ലോ. അത് അല്ല നിഷാദ, ഞാൻ പറയാൻ സമ്മതിക്കൂ. ഞാൻ മാത്രമാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 മണിക്ക് പോയി എന്നാണ് പറഞ്ഞത്. 6 മണിക്ക് കാണിച്ചു. 6 മണിക്ക് 50 ലക്ഷം പേര് ആ വാർത്ത കണ്ടിട്ടുണ്ട്, 50 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. 6 മണിക്ക് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ലല്ലോ. ആ പോലീസുകാരൻ ഉൾപ്പെടെ പറയുന്നുണ്ട് അത് ശരണം വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത് എന്ന്. അവിടെ നിന്ന് മുഴുവൻ ദൃക്സാക്ഷികളും ഇത് എന്തായാലും BJP-ക്കാർ ഇവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതല്ലല്ലോ, അതിനകത്ത് എതിരഭിപ്രായമില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ശരണം വിളിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണോ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതേ രാഷ്ട്രീയ മുദ്രാവാക്യം അല്ലെങ്കിൽ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സമരപന്തലിന് മുന്നിൽ ജീവാഹുതി ചെയ്താൽ, ഇവിടെ CPM പ്രതിനിധി ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി ഉണ്ടല്ലോ, എന്താണ് ഒരു ഞാനിത് വളരെ അക്കാഡമിക്കായിട്ട് തന്നെ പറയാം, എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കരണീയമായിട്ടുള്ളത്? നിങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കണോ? കേരള ചരിത്രത്തിൽ ഇതപര്യന്തം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരപന്തലിന് മുൻപിൽ വന്ന് ഒരു മനുഷ്യൻ ശരണം വിളിച്ചുകൊണ്ട്, കാരണം ഇത് ശരണം വിളിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് BJP സമരം നടത്തുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. സന്ദീപ്, എനിക്ക് അതിനകത്ത് തർക്കമുള്ളത് അദ്ദേഹം ശരണം വിളിച്ചുവെന്നും അദ്ദേഹം ഈ പറയുന്ന ഈ കോസിന് വേണ്ടി വന്ന് ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്ദീപ്, ഓർക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്താവന മാത്രം വിശ്വസിച്ച് എല്ലാം വിഴുങ്ങുന്നവരല്ലല്ലോ. ഇപ്പം ഇതിനകത്ത് നമ്മുടെ മുൻപിൽ ഏറ്റവും മുൻപിലുള്ള വിവരം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് തയ്യാറാക്കിയിട്ടുള്ള മരണമൊഴിയാണ്. അതിനകത്ത് പറയുന്നു, നിങ്ങൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? മജിസ്ട്രേറ്റ് ഒരു മരണമൊഴിയും എടുത്തിട്ടില്ല, അത് വ്യാജമാണ്, അങ്ങനെ ഒരു കഥയും ഇല്ല എന്നാണ്. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന്റെ മൊഴിയുടെ പകർപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അതിൽ അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല ശബരിമല എന്നൊരു വാക്ക്, ശരണം എന്നൊരു വാക്ക്, അയ്യപ്പൻ എന്നൊരു വാക്ക്.
അപ്പൊ എന്ത് ഡേറ്റ മുൻപിലേക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഈ മലയാളികളോട് പറയുന്നത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന്? എന്റെ നിഷാദെ, നിങ്ങൾ ആ ചോദ്യം നിർത്തൂ. ഞാൻ അതിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കണ്ട. ഞാൻ അതിലേക്ക്, എനിക്ക് ഒന്നാമത് തലവേദനയുണ്ട്, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ മൊഴിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ മനുഷ്യനെ ആശുപത്രിയിൽ പോലീസുകാർ കൊണ്ടുപോയി 5 മിനിറ്റിനകം ഞങ്ങളുടെ പ്രവർത്തകരും അവിടെ എത്തുന്നു. അതിനുശേഷം ഇദ്ദേഹം മരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ വരെ ഞങ്ങളുടെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അവിടെയുണ്ട്. അപ്പോൾ വെളുപ്പിനെ 3:30 മണിക്കാണ് ഈ മനുഷ്യൻ അവസാനമായി സംസാരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇത് ദൃക്സാക്ഷി വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ ആ മനുഷ്യനെ ആശുപത്രിയിൽ പോയി കണ്ട ഒരാളാണ്. ഞാൻ 12 മണിക്ക് ഇദ്ദേഹത്തെ ICUവിനകത്ത് കയറി കണ്ട ഒരാളാണ്. ഞാൻ ചെല്ലുമ്പോഴും, അതായത് 100% പൊള്ളലേറ്റ ഒരു നിങ്ങൾ രാഷ്ട്രീയം എന്തും പറഞ്ഞോ, ആർക്കും BJP പറയുന്ന കള്ളമാണ് എന്ന് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ട് ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, ആ മനുഷ്യൻ 100% പൊള്ളലേറ്റാണ് മെഡിക്കൽ കോളേജ് ICUവിൽ, ബേൺ ICUവിൽ കിടക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു, അവിടെ നിൽക്കുന്ന ഡോക്ടർ സംസാരിക്കാൻ ശ്രമിച്ചു. ഒരു ഞരക്കമല്ലാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരു ശബ്ദവും പുറത്തു വരുന്നില്ലായിരുന്നു. ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തുന്നു. 11:30-ക്കാണ് ഇന്ന് പുറത്തു വന്ന മജിസ്ട്രേറ്റിൻ്റെ മൊഴി പ്രകാരം 11:20-നാണ് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിൽക്കുന്ന അനുജനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറഞ്ഞല്ലോ, അവർ BJP-ക്കാരല്ല, അവർ RSS-കാരല്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ CPM പ്രവർത്തകൻ, അനുജൻ DYFI പ്രവർത്തകൻ. ഇന്ന് കടകംപള്ളി പറഞ്ഞ BJP-ക്കാർ വരെ വിലക്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ CPM-കാരെ വിലക്കെടുക്കാൻ പറ്റുന്നത് അത് വേറെ വിഷയം, രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരാരും RSS-ഓ BJP-യും അല്ല. ജ്യേഷ്ഠനും അനുജനും അവിടെ നിൽപ്പുണ്ട്. അവർ പറയുന്നു മജിസ്ട്രേറ്റ്, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ICUവിലാണ്, അവിടെ നമുക്ക് പുറത്തുനിന്ന് കാണാം. മജിസ്ട്രേറ്റ് അകത്ത് കയറി മൊഴിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പുറത്തു വന്നു. ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറയുന്നു മൊഴിയെടുക്കാൻ വന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ശരി ശരി, നമുക്ക് വേഗം അതിലേക്ക് വരണം സന്ദീപ്. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ ഈ റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് നിങ്ങളുടെ ആക്ഷേപം? അല്ല, ഞാൻ അതിലേക്ക് അല്ല, ഞാൻ പറയാൻ സമ്മതിക്കും, ഞാൻ അതിലേക്ക് വരട്ടെ. അപ്പോൾ ഇന്നലെ അതിനുശേഷം 3:30 മണിക്ക് വന്നു എന്നാണ് രണ്ടാമത്തെ പ്രചരണം ഉണ്ടായത്. 3:30 മണിക്ക് വന്നിട്ടില്ല, മജിസ്ട്രേറ്റ് വന്നിട്ടില്ല. മജിസ്ട്രേറ്റ് ആദ്യം പറഞ്ഞു രാവിലെ വന്നു, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മടങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 3:30 മണിക്ക് വരുമെന്ന് പറഞ്ഞു. 3:30 മണിക്ക് വരേണ്ടി വന്നില്ല. 4 മണിയായപ്പോഴത്തെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ മൊഴിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾക്കതിൽ സംശയമുണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം എല്ലാം ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നലെ അദ്ദേഹം മൊഴി കൊടുത്തിട്ടില്ല. ഇനിയും നിങ്ങൾ പറയുന്ന ശബരിമല, ഇന്നലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ എന്താ ഇവിടെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കാണിച്ചത്? എന്താണ്? ശബരിമലയല്ല, ഞാൻ എൻ്റെ ജീവിതം വെറുത്തുപോയി, എനിക്ക് ജീവിത നൈരാശ്യം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ നിങ്ങളുടെ മൊഴിയിൽ അങ്ങനെ ഒരു വാചകം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മാധ്യമപ്രവർത്തകരാണല്ലോ, പോലീസിൻ്റെ സോഴ്സാണല്ലോ നിങ്ങൾ ഉപയോഗിച്ചത്. ഞാൻ ഇനി എൻ്റെ നിയമവശത്തിലേക്ക് കടക്കട്ടെ. ഇന്നലെ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്ത മൊഴി, നിങ്ങൾ പറയുന്ന വാദത്തിന് ഞാൻ സമ്മതിക്കുന്നു, മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ മൊഴി എങ്ങനെയാണ് പോലീസിന് കിട്ടിയത്? മജിസ്ട്രേറ്റ് രഹസ്യമായി ഒരാളുടെ എവിഡൻസ് ആക്ട് പ്രകാരം, എവിഡൻസ് ആക്ടിലെ 32-ാം വകുപ്പ് പ്രകാരം എടുക്കുന്ന മരണമൊഴി ഒരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കാൻ ഇന്നലെ വൈകുന്നേരം എവിടെ നിന്ന് കിട്ടി? ഭരണകൂടമാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞ മൊഴി അവിടെ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇന്നലെ അസിസ്റ്റന്റ് കമ്മീഷണർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകവും ഇന്ന് പറഞ്ഞ മൊഴിയിലല്ല. പക്ഷെ അദ്ദേഹം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്നലെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? പോലീസിന് മജിസ്ട്രേറ്റ് മൊഴിയെടുത്ത് പോലീസിൻ്റെയിലോട്ടാണോ പകർപ്പ് കൊടുത്തതെന്നും മജിസ്ട്രേറ്റ് പറയണോ, അല്ലെ പോലീസ് പറയണം? അല്ലാതെ ആത്യന്തികമായി മജിസ്ട്രേറ്റിന്റെ പേരിൽ ഔദ്യോഗികമായി പുറത്തിറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ പേരിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രേഖ വ്യാജമായി ചമച്ചതാണ്, അത് രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നിങ്ങളെ തകർക്കാൻ ഉണ്ടാക്കിയ ഒന്നാണ് എന്ന് നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ് സന്ദീപ്, അങ്ങനെയല്ലേ? എന്ന് പറഞ്ഞില്ല. അല്ലല്ല, ഞങ്ങളെ തകർക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എങ്ങനെ പോലീസിന് ഈ മൊഴി കിട്ടി? ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, തെറ്റല്ലല്ലോ. ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങൾക്ക് പോലീസ് ഇൻഫർമേഷൻ കമ്മീഷൻ, എന്താണ് പോലീസ് ഇൻഫർമേഷൻ ഓഫീസർ ഇറക്കിയ പത്രക്കുറിപ്പാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാതെ പോലീസിന് മജിസ്ട്രേറ്റിന്റെ മൊഴി കിട്ടിയത്? അങ്ങനെ മൊഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഇടപെട്ടുവെന്ന ആക്ഷേപം അതിന് CPIM-ന്റെ പ്രതി തന്നെ മറുപടി പറയണം. ഒരു കാര്യം കൂടി സന്ദീപ്, ഈ കാര്യത്തിൽ നിങ്ങളെ സംശയം നിലനിർത്തുന്ന കാര്യം ഇത് മാത്രവുമല്ല.
ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ആദ്യം പറയുന്നത് എന്തിനാണത് ചെയ്തതെന്ന് അറിയില്ല, എനിക്കതേക്കുറിച്ചൊരു വിവരവുമില്ല എന്നാണ്. അദ്ദേഹം രാവിലെ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, മാധ്യമങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളടക്കമുള്ള ആൾ, സന്ദീപ് അടക്കമുള്ള ആളുകളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സഹോദരനെ കാണുകയും പുറത്തു വന്ന് നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ മാധ്യമങ്ങൾ മൈക്ക് വെക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അയ്യപ്പന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന്. രാവിലെ അദ്ദേഹത്തിന് അയ്യപ്പനെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, ഒരറിവും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം BJP നേതാക്കൾ പോയി രാജഗോപാൽ അടക്കമുള്ള ആളുകൾ പോയി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അയ്യപ്പന് വേണ്ടിയുള്ള ഒരു കൃത്യമാണ് എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടാവുന്നത്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചുവെന്ന് സംശയിക്കാൻ മലയാളിക്കൊരു സാമാന്യബോധമുണ്ടല്ലോ സന്ദീപേ. നിഷാദെ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനത്തിൽ നിഷാദ് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം. വൈകുന്നേരമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ദയവേത് നിഷാദ് ഒരു ആങ്കർ എന്ന നിലയിൽ തെറ്റിദ്ധരിക്കുന്ന സമയ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം. പക്ഷേ എന്റെ ബോധ്യം അതിനകത്ത് ആദ്യം അദ്ദേഹം സംസാരിക്കുമ്പോൾ അയ്യപ്പനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം അത് മാറ്റി പറയുന്നത് എന്നാണ് എന്റെ പോയിന്റ്. സമയം വിട്ടേക്കൂ. എൻ്റെ നിഷാദ ഞാൻ പറയട്ടെ, അതാ ഞാൻ പറയാനൊന്നും സമ്മതിക്കും. നിങ്ങൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തകർ ആശുപത്രിയിൽ പോയി. ഞങ്ങൾ സമരപ്പന്തലിൻ്റെ മുന്നിലാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചറിയാം. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉള്ളത് സമരപ്പന്തലിന് മുൻപിലാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ആദ്യ ബൈറ്റ് ഏഷ്യാനെറ്റിലാണോ മാതൃഭൂമിയിലാണോ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഏതോ ഒരു ചാനലിൽ ആദ്യമായി വരുന്ന അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ നിന്നാണ്. അനുജൻ്റെ ബൈറ്റ് പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളാരും അവിടെ പോയി അദ്ദേഹത്തെ കണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പോയി, ഞാനടക്കമുള്ള ആൾക്കാർ പോയി സന്ദർശിച്ചു എന്ന് പറയുന്നത് രാത്രിയിലാണ്. ഞങ്ങളവിടെ പോയിരുന്നു. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു എന്നുള്ള സത്യമാണ്. ഞങ്ങൾ പോയി പറഞ്ഞിട്ടല്ലാതെ പറയാം. നിങ്ങളെ ഈ സമയങ്ങളെ തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി വെക്കരുത്. ഇത് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ പറയുന്നുണ്ട്, ഇദ്ദേഹം അവിടുത്തെ താൽക്കാലിക ജീവനക്കാരനായി പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ സംസാരം ഉണ്ടാകുമ്പോൾ ഇത് പറയാറുണ്ടായിരുന്നു. എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അയാൾ പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് സന്ദീപ്. അത് രാവിലെ പറയുന്നതാണ്. അപ്പോഴെന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് അയ്യപ്പനെ കുറിച്ചാണെന്ന്, അയ്യപ്പന് വേണ്ടിയാണെന്ന് ആവർത്തിക്കാത്തത്? അതിനുശേഷം അയാൾ മാറ്റി പറയുന്നതിന്റെ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. എന്റെ നിഷാദ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ഞങ്ങൾ രാത്രി പോയി പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. ഞങ്ങൾ രാത്രി നിങ്ങളുടെ താല്പര്യം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം അതിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. പിന്നെയാണല്ലോ നിങ്ങൾ ഹർത്താലുമായി വരുന്നത്. ഞാൻ വരാം. സന്ദീപൻ തുടരാമോ? PM മനോജ്, നോക്കൂ, ഇവിടെ മജിസ്ട്രേറ്റിന്റെ മൊഴി ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റഡ് ആണ് എന്നതാണ് ഭംഗ്യന്തരാണ് പറഞ്ഞു വെക്കുന്നത് സന്ദീപും BJPയും. കാരണം അത് വസ്തുതാപരമല്ല എന്ന്. ആദ്യം ഇന്നലെ തന്നെ BJPക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു മൊഴിയെടുക്കൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ്. സഹോദരനെ കോട്ട് ചെയ്ത് പോലും അവരത് പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ അവർ പറയുന്നു ഇത് സർക്കാരിൻ്റെ താല്പര്യം പ്രവർത്തിച്ച് അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒന്നാണെന്ന്. അവിടെയാണ് നിഷാദെ ആസൂത്രിതമായ ഇടപെടൽ എന്ന് പറയുന്നത്. സന്ദീപ് മാധ്യമപ്രവർത്തകനാണോ? സന്ദീപ് എപ്പോഴോ മാധ്യമപ്രവർത്തകനായിരുന്നു. പിന്നീട് കുമ്മനത്തിൻ്റെ എപ്പോഴല്ല സർ, 4 വർഷം മുമ്പ്. പക്ഷേ ഇന്ന് ആ സഹോദരനോട് പിന്നീട് അവസാനം ചെന്ന് ചോദിച്ച ചോദ്യം, മജിസ്ട്രേറ്റിൻ്റെ മൊഴി എടുത്തിരുന്നോ എന്ന ചോദ്യം ആരാണ് ചോദിച്ചത്? മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ മനസ്സിലാക്കാം. ഈ സന്ദീപാണ് ചോദിച്ചത്. എന്താ സംശയം? അപ്പോൾ ഇവർ RSSകാർ BJPക്കാർ സംഘടിതമായി അവിടെ ചെന്ന് ആളുകളെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ആദ്യം പറഞ്ഞത്, അപ്പോൾ നിഷാദിൻ്റെയും എൻ്റെയും സന്ദീപിൻ്റെയും ഒക്കെ ഫോണിലുള്ള മൊഴികൾ ഉണ്ടല്ലോ, ഇത് മാറ്റി അവസാനം ഇത് മജിസ്ട്രേറ്റിൻ്റെ മൊഴി എടുത്തിരുന്നോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകനല്ലാത്ത BJP പ്രചാരകനായ RSS പ്രതിനിധിയായ സന്ദീപ് ചോദിക്കുന്നു, മറുപടി പറയിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മൊഴി, മജിസ്ട്രേറ്റ് എടുത്ത മൊഴി നിയമപരമായിട്ട് അത് രേഖയാണല്ലോ, കോടതി രേഖയാണല്ലോ. ഇപ്പോഴും നമുക്ക് പറയാം അതല്ല എന്നൊക്കെ സന്ദീപിന് പറയാം. പക്ഷേ ഇത് പിന്നീട് ആത്യന്തികമായിട്ട് കോടതി രേഖയായി വരാൻ പോകുന്നതാണല്ലോ. അതിൽ എന്തായിരുന്നു സംഭവം എന്ന് വഞ്ചിയൂർ മജിസ്ട്രേറ്റാണല്ലോ ചോദിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? മരണമൊഴി 70% പൊള്ളൽ, 100% പൊള്ളലേറ്റാൽ പിന്നെ അത് കരി മാത്രമായിരിക്കുമല്ലോ, ബോഡി ഉണ്ടാവില്ലല്ലോ. സന്ദീപ് പറഞ്ഞ് 100% പൊള്ളലേറ്റു എന്ന്. 100% പൊള്ളലേറ്റാൽ പിന്നെ ഞരങ്ങും ആൾ, അതോടെ തീർന്നില്ലേ? 70% പൊള്ളലേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾ, പൊള്ളലേറ്റാൽ എത്രമാത്രം ആളുകൾക്ക് ബോധമുണ്ടാകും എന്ന് ശാസ്ത്രീയമായി രേഖകളും തെളിവുകളും ഉള്ളതാണല്ലോ. അവിടെ ഇല്ല. എനിക്ക് സമൂഹത്തോട് വെറുപ്പാണ്. ആരാണ് പറയുന്നത്? മരിച്ച വേണുഗോപാലൻ നായർ. അദ്ദേഹം പറയുന്നു ജനങ്ങൾ ചെയ്തു കൂട്ടുന്നത് കാരണമാണ് ഞാൻ സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്കിനി ഒന്നും പറയാനില്ല. പറയുന്നത്
മജിസ്ട്രേറ്റിനോട് രേഖപ്പെടുത്തുന്നത് കൃത്യമായി മരണമൊഴി രേഖപ്പെടുത്താൻ ബാധ്യസ്ഥനായ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അവിടെ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തിയ മൊഴി ഇല്ല എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇല്ല എന്ന് ഇവർക്കിപ്പോൾ വാദത്തിന് വേണ്ടി പറയാം. കാരണം ഇന്ന് ഹർത്താൽ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ സീസൺ കാലത്തെ ഏറ്റവും വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഇന്നായിരുന്നു. ഈ BJPയുടെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹർത്താൽ, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെ ഇവരുടെ നേതാക്കൾ ഇന്നലെ പ്രസംഗിച്ചത് കണ്ടല്ലോ. ഇന്നാണ് ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഇന്ന് തമ്പാനൂർ ഞങ്ങൾ തിരുവനന്തപുരത്താണ് ഉള്ളത്, ഞാനും സന്ദീപും തിരുവനന്തപുരത്താണ് ഉള്ളത്. ഇന്ന് തമ്പാനൂർ വഴി നടന്നു പോകുന്ന, ഭക്ഷണം കിട്ടാതെ വാഹനം കിട്ടാതെ നടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 100 കണക്കിനാണ് പോയി. അവരും നേരെ അടുത്ത വണ്ടി പിടിച്ച് ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇവരെ നമ്മൾ സാധാരണ ജനങ്ങൾ, ബിന്ദു കൃഷ്ണയും ഞാനും സജീവനും നിഷാദും പോലെയുള്ള സാധാരണ ജനങ്ങൾ ഇവരുടെ ഈ കള്ളത്തരം മനസ്സിലാക്കി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് ഈ നാട്ടിലെ ശബരിമല തീർത്ഥാടകരാണ്, അയ്യപ്പ ഭക്തരാണ്. അവരാണ് ഇവരെ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പിത്തലാട്ടം ഇത് കുറേ ദിവസമായല്ലോ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ പറയും ഈ ഹർത്താലിൻ്റെ ധാർമ്മികതയെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു സന്ദീപ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 43 ദിവസത്തിനകം 6ാമത്തെ ഹർത്താലിലെ നടത്തുന്നത്. ആ ശിവദാസൻ, ലാഹയിൽ മരിച്ച ശിവദാസൻ എന്തായിരുന്നു അനുഭവം നമുക്കറിയാം. ഇവർ അവിടെ ഹർത്താൽ നടത്തിയില്ലേ? മോട്ടോർ ബൈക്ക് അപകടത്തിൽ മരിച്ച ശിവദാസനെ ബലിദാനിയാക്കാൻ നോക്കി. ഇപ്പോൾ ഈ പാവം വേണുഗോപാലൻ നായർ മാനസികമായി കുറേ പ്രശ്നങ്ങളുള്ള ആളാണ്. അദ്ദേഹം കുടുംബപരമായ പ്രശ്നങ്ങളുള്ള ആളാണ്. അത് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് ബലിദാനിയെ വാരിപ്പിടിക്കാൻ പോകുന്ന നാണം കെട്ട ഏർപ്പാടല്ലേ ഇവിടെ നടന്നത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ തെളിവുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വാദങ്ങൾ, സാങ്കേതിക വാദങ്ങൾ ആർക്കും പറയാം. അമ്മയെ തല്ലിയാലും 2 ന്യായം എന്ന് പറയുന്നത് പോലെ ഇത്തരം വാദങ്ങളൊക്കെ ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ ആർക്കും കഴിയും. യാഥാർത്ഥ്യം നമുക്കറിയാലോ. ആ യാഥാർത്ഥ്യം എന്താ? അദ്ദേഹം അവിടെ ചെല്ലുന്നു, ശരണം വിളി കേട്ടു. ആര് കേട്ടു? ഒരു പോലീസുകാരനും കേട്ടില്ലല്ലോ. ഇവർ അങ്ങനെ വീണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ 100% പൊള്ളലേറ്റ് വീണ അയ്യപ്പ ഭക്തൻ, ശരണം വിളിച്ച് വീണ ഭക്തൻ എന്ന ആ ഭക്തനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു BJPക്കാരുണ്ടായിരുന്നോ? ഇപ്പോൾ സന്ദീപ് തന്നെ പറഞ്ഞല്ലോ 5 മിനിറ്റിനകം എത്തിയെന്ന്. ഓടണ്ടേ ഇവർ വലിയ രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ? ആ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ സർവ്വസജ്ജരായ പ്രവർത്തകർ, ഒരു അയ്യപ്പ ഭക്തൻ ഇങ്ങനെ സ്വയം തീ വെച്ച് മരിച്ച് കത്തി 100% പൊള്ളയേറ്റ് അവിടെ വീഴുമ്പോൾ എടുത്തോടാനുള്ള മര്യാദ ഏതെങ്കിലും ഒരു BJPക്കാരൻ കാണിച്ചോ? എന്നിട്ട് ഇന്നലെ പറഞ്ഞതാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? ഈ പറയുന്നത് എന്തൊക്കെയാണ്? MD രമേശ് ഒരു ഭാഗത്ത് പറയും, അതുപോലെ ഈ മൊഴിയെക്കുറിച്ചൊക്കെ നമ്മുടെ അഭിഭാഷകൻ കൂടിയായ ശ്രീധരൻപിള്ള പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. എന്താ അവസ്ഥ? ഒരു മജിസ്ട്രേറ്റ് ഇത്തരമൊരവസ്ഥയിൽ കിടക്കുന്ന, ഇത്തരമൊരു ആസന്ന നിലയിൽ കിടക്കുന്ന, ഒരു അസ്വാഭാവികമായ പ്രശ്നത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളുടെ മൊഴിയെടുക്കാൻ, മരണമൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് പോകും എന്ന് പോലും അറിയാത്ത ആളാണ് എന്ന് സ്വയം ഭാവിക്കാൻ ഇവരുടെ നേതാവ് ശ്രീധരൻപിള്ള ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? കള്ളത്തരമാണ്. ഈ കള്ളത്തരം കൊണ്ടാണ്. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാർ ഇത് മനസ്സിലാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ, ഞങ്ങളിതാ ശബരിമലയ്ക്ക് പോവുകയാണ് എന്ന് സ്വയം അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ പ്രാഥമികമായി പറയാനുള്ള കാര്യം. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, ഇത് അയ്യപ്പ ഭക്തനായ ഒരാൾ ശരണം വിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആത്മാഹുതി ചെയ്യുകയാണ്. ഈ സമരത്തിനൊപ്പം ചേർന്നുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങളും ഇവിടെ ഈ ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണം എന്ന പേരിൽ സമരം സംഘടിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നവരൊക്കെയാണല്ലോ. അപ്പോൾ ഇത് ശബരിമല വിഷയത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഹൃദയം നൊന്ത് ആത്മാഹുതി ചെയ്തതാണെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടവരിൽ നിങ്ങളെ കൂടി കാണേണ്ടതായിരുന്നു. നിങ്ങളുണ്ടായില്ല. ശുദ്ധ കള്ളമൊക്കെ പറഞ്ഞ് ബലിദാനിയെ സൃഷ്ടിക്കാൻ ശ്രമിച്ച് നാണം കെട്ട് പരാജയപ്പെട്ട് കേരളത്തിലെ BJP RSS ഒക്കെ നിൽക്കുക. ആർക്കറിയാൻ വയ്യാത്തത്? പകൽ പോലെ സത്യമല്ലേ? ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അവിടെ BJPക്കാർ CK പത്മനാഭൻ അടക്കമുള്ള സമരം ചെയ്യുന്ന ആളുകൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ സമരപന്തലിലൊന്നുമല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിൻ്റെ റോഡിൻ്റെ എതിർവശത്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ ഓടി പന്തലിലേക്ക് വന്നു. രാവിലെ MD രമേശ് പറയുന്നത് കേൾക്കാനിടയായി. ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ശരിയാ, ഇത്രയും തീ പിടിച്ച ഒരാൾ ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന് കയറിയാൽ ഉണ്ടാകാവുന്ന ദുരന്തം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രീ പ്രതാപേന്ദ്രൻ അടക്കമുള്ള SIയും മറ്റ് പോലീസുകാരും ഒക്കെ അത് പിടിച്ചു മാറ്റി എന്നുള്ളതൊക്കെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവിടെ ചോദിച്ചതുപോലെ തന്നെ
എൻ്റെ ഒരു പ്രവർത്തകൻ, ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ എൻ്റെ കൺമുന്നിൽ വെച്ചൊരു അപകടം ഉണ്ടായാൽ മറ്റെല്ലാം മാറ്റി വെച്ച് ആ പ്രവർത്തകനെ ആശുപത്രിയിൽ ഓടി എത്തിക്കുക എന്നുള്ള പ്രവർത്തനമായിക്കോട്ടെ ആരായിക്കോട്ടെ, നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്. ഇതൊന്നും ചെയ്തില്ല, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ പറയുക അയ്യപ്പന് വേണ്ടി ആത്മാഹുതി ചെയ്തു, മരണമൊഴി എടുത്തില്ല, മജിസ്ട്രേറ്റ് വന്ന് എടുത്തിട്ടില്ലേ എന്ന് ഇന്നലെ ആണയിട്ട് പറഞ്ഞ ആളുകൾ BJPയുടെ നേതാക്കന്മാർ ഇന്ന് പറയുന്നു മജിസ്ട്രേറ്റ് വ്യാജ മൊഴിയെടുത്തു. ഒരു കാര്യം, കേരളത്തിലെ ജുഡീഷ്യറി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തി എന്നുള്ളത് ഞാൻ അടക്കമുള്ള നമ്മളൊക്കെ ബോധ്യപ്പെടുമ്പോൾ ആരോപിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും മജിസ്ട്രേറ്റ് വന്ന് കള്ളമൊഴി എടുത്തു എന്ന് വിശ്വസിക്കാൻ തക്ക ബുദ്ധിപരമായ പാപ്പരത്വം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാകും എന്ന് കരുതുന്നില്ല. അത് മാത്രവുമല്ല, ഇന്ന് PS ശ്രീധരൻപിള്ള ചോദിക്കുന്നതിന് മജിസ്ട്രേറ്റിനെ മാത്രം വിശ്വസിച്ചാൽ മതിയോ ഈ നാട്? അവിടെ ഉണ്ടായിരുന്ന കണ്ടുനിന്നവരെ ചോദ്യം ചെയ്യണ്ടേ? അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന CK പത്മനാഭനെ ചോദ്യം ചെയ്യണ്ടേ? അത്തരം ആളുകളെ കൂടി ചോദ്യം ചെയ്താലേ വസ്തുത മനസ്സിലാകൂ. അങ്ങനെ മജിസ്ട്രേറ്റ് പറയുന്നത് മാത്രം വിശ്വസിക്കാനിരിക്കുകയല്ല ഈ നാട് എന്നതുകൂടി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്. മജിസ്ട്രേറ്റ് വ്യാജ മൊഴിയെടുത്തു ഞാൻ എവിടെയാ പറഞ്ഞത്? വ്യക്തമാക്കണം. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാതെ. അല്ല സന്ദീപിന്റെ വിശദീകരണത്തിലുള്ളത് മജിസ്ട്രേറ്റ് പറയുന്നത് വ്യാജ മൊഴിയാണ്, അതിൽ സർക്കാരിന്റെ താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. മജിസ്ട്രേറ്റ് വ്യാജ മൊഴിയെടുത്തുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഈ എങ്ങനെ മൊഴി പുറത്തു വന്നു, സർക്കാർ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ BJPയുടെ നേതാവ് ശ്രീ JR പത്മകുമാർ അല്ല, പുറത്തു വന്നു എന്നതിന് മാത്രമല്ലോ സന്ദീപ് പറഞ്ഞത് എന്താണ്? 100% പൊള്ളലേറ്റ ഞരക്കം മാത്രം ഉണ്ടായിരുന്ന ഒരാൾ, അയാളുടെ മൊഴിയെടുക്കൽ സാധ്യമല്ല. ആ സമയത്തൊക്കെ അവിടെ നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇയാൾ വന്നു മൊഴിയെടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയും ഇവിടെ ഇല്ല. പക്ഷെ ഇപ്പോ ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വ്യാജമാണെന്നാണ് താങ്കൾ കൊടുക്കുന്ന സന്ദേശം. അതങ്ങനെ പറഞ്ഞില്ല എന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കണമെന്നാണോ? നിഷാദിന്റെ കയ്യിൽ ആ മൊഴിപ്പകർപ്പുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് പേജ് ഒന്ന് എടുത്തേ. സർട്ടിഫിക്കറ്റ്. ദ പേഷ്യന്റ് നെയ്മഡ് വേണുഗോപാലൻ നായർ അഡ്മിറ്റഡ് ഇൻ ബെഡ് 6 MCH ട്രിവാൻഡ്രം വിത്ത് 100% ബേൺസ്. ഉണ്ടോ നോക്കിക്കേ അങ്ങനെ ഒരു വാചകം. ഓക്കെ സന്ദീപ്, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ, ചൂണ്ടിക്കാണിച്ചോളൂ 100% ബേൺ ഉണ്ട് സംബന്ധിച്ചു അയാൾക്ക്. ഞാൻ ചോദിക്കുന്നത് ശരി, ഓക്കെ, അതിൽ PM മനോജിന്റെ വാദം. ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞ ഒരു കാര്യമാണ്. 100% മൊഴി മാത്രമുള്ള ഒരാൾക്ക് ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മജിസ്ട്രേറ്റിന്റെ രേഖയിലുണ്ടോ? മജിസ്ട്രേറ്റിന്റെ രേഖയിൽ പറയുന്ന 100% പൊള്ളൽ, മജിസ്ട്രേറ്റിന്റെ രേഖയിൽ പറയുന്ന 100% പൊള്ളൽ എന്ന കാര്യം താങ്കൾ എടുക്കും. അതിനകത്ത് പറയുന്ന ബാക്കി കാര്യങ്ങൾ എടുക്കാൻ തയ്യാറല്ല. അതിനകത്ത് മജിസ്ട്രേറ്റ് പറയുന്നുണ്ടോ ഈ മരണമൊഴി സാധ്യമല്ല, ഞരക്കം മാത്രമേ ഉള്ളൂ എന്ന്? നിഷാദെ പറയുന്ന മൊത്തം കേൾക്കൂ. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് 70% ബേൺ എന്ന്. ആ 70% ബേൺ അല്ല എന്ന് ഞാൻ സ്ഥാപിച്ചത് നിങ്ങൾ മുൻപോട്ട് വെച്ച ഡോക്യുമെന്റ് ഉപയോഗിച്ച് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പൊള്ളയാണെന്ന് സ്ഥാപിക്കാൻ താങ്കൾ ഒരു ഡോക്യുമെന്റ് ഉപയോഗിക്കുകയാണ്. തുടർന്നും ആ ഡോക്യുമെന്റ് ഉപയോഗിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അല്ല, നിങ്ങളുടെ ഡോക്യുമെന്റ് തന്നെ, അത് നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ് തന്നെ ഞാൻ അതിൽ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ മുൻപോട്ട് വെക്കുന്ന ഇപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് ആധാരമാക്കിക്കൊണ്ടിരിക്കുന്ന മൊഴിപ്പകർപ്പ് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ. ശ്രീ PM മനോജ് ഇവിടെ പറഞ്ഞത് 70% പൊള്ളലെന്ന, അതല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു നോക്കട്ടെ. എൻ്റെ ഒരു സംശയമാണ്. ഇത് പൊളിറ്റിക്കൽ ആരോപണമായിട്ടോ ഒന്നും വരെ സംശയമാണ്. അതെ, സ്വാഭാവികമായിട്ട് ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലാത്തതുകൊണ്ട് ചില സംശയങ്ങളുണ്ട്. ഒരു സാധാരണ ലേമാൻ എന്ന നിലയിൽ എൻ്റെ ഒരു സംശയമായിരുന്നു. ഈ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ പോയി എന്ന് പറയുന്ന സമയം 11:20 കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദം അപ്പോൾ തന്നെ രാവിലെ 6 മണി മുതൽ 6 മണിക്കൂർ, അതായത് 5.5 മണിക്കൂറായിരിക്കുന്നു ഈ കേരളത്തിലെ ഈ വിവാദം ഉണ്ടായിട്ട്. ഇദ്ദേഹം ശബരിമല വിഷയത്തിലാണ്, കാര്യങ്ങളെല്ലാം ആണല്ലോ. ഇങ്ങനെ ചെല്ലുമ്പോൾ ഇത്രയും വലിയ രാഷ്ട്രീയമായ വിവാദം ഉണ്ടാകുമ്പോൾ ഈ മൊഴി അടിസ്ഥാനത്തിൽ 5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 1 2 3 4 5 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ചോദ്യവും അവസാനമായി മരണമൊഴി എന്ന നിലയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു സംഭവം എന്നാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ പോകുമ്പോൾ നമ്മളൊരു ചോദ്യത്തിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തത് ശബരിമലയുമായിട്ടുള്ള പ്രതിഷേധത്തിലാണോ എന്നൊരാൾ ചോദിക്കുമോ ഇല്ലയോ? ഇത് ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആരോപണം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തണ്ട, എൻ്റെ ഒരു ലേമാൻ സംശയമാണ്. ഒരാൾ ചോദിക്കുമോ? ഇത്രയും രാഷ്ട്രീയ വിവാദമായിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി മൊഴിയെടുക്കുമ്പോൾ സ്വാഭാവികമായി ചോദിക്കട്ടെ. ഇത്രയും സംസാരിക്കുന്ന ഒരാളാണല്ലോ, നിങ്ങൾ പറഞ്ഞ പ്രകാരം വിശദമായി മൊഴി കിട്ടിയ ഒരാളോട് മജിസ്ട്രേറ്റ് ആണല്ലോ മൊഴിയെടുക്കാൻ പോകുന്നത്, RSS നേതാവല്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യവുമില്ല. എന്താ
അല്ല, RSS നേതാവിനാണ് ആ ചോദ്യം ചോദിച്ചത്. അതിനകത്തൊരു ഉത്തരം കിട്ടി അത് ഉപയോഗിക്കേണ്ട സാധ്യത. ഒരു സാധാരണ സംഭവം, ജനത്തിൽ ഒരു സാധാരണ സംഭവമാണ് സന്ദീപ്. അവിടെ നിങ്ങളുടെ സമരപന്തലിലേക്ക് ഒരാൾ ഓടിക്കയറി വന്നു. എന്താണ് CK പത്മനാഭൻ പറഞ്ഞത്? ഇവിടെ ഒരാൾ കടന്നു വന്നു, അപ്രതീക്ഷിതമായ ഒരാൾ കടന്നു വന്നു, ഇവിടെ വലിയ അപകടമുണ്ടായേനെ, വേണ്ടത്ര സുരക്ഷ പോലും ഇല്ലായിരുന്നു എന്നാണ് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം. നിഷാദിന്റെ രാഷ്ട്രീയം അവിടെ കയ്യിലിരിക്കട്ടെ. നിഷാദിന്റെ രാഷ്ട്രീയം അവിടെ വെച്ചോളൂ. ഏതൊരാളായാലും കേരളത്തിൽ ഇത്ര ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തെ പറ്റിയാ പറയുന്നത്. RSSകാരൻ മാത്രമല്ലല്ലോ, കേരളത്തിൽ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എന്തിനാ ഇത് RSSകാരനാണ്, എന്തിനാ മുഖ്യമന്ത്രി പ്രതികരിച്ച്, എന്തിനാ നിങ്ങൾ എന്തിനാ മണിക്കൂറുകൾ ചെലവഴിച്ച് ചർച്ച നടത്തുന്നത്? അപ്പൊ ഇത് RSSകാരന്റെ പ്രശ്നമല്ല, കേരളത്തിന്റെ ആയിക്കോട്ടെ. എന്നാ പിന്നെ കുഴപ്പത്തെ പറ്റി മാത്രം ചർച്ച ചെയ്യൂ, മയക്കെല്ലാം മാറ്റി വെക്കൂ, നമുക്ക് കുഴപ്പത്തെ പറ്റി ചർച്ച ചെയ്യാം, ബാക്കിയെല്ലാം മാറ്റൂ. നിങ്ങൾ ആ കുഴപ്പത്തിന്റെ ആധാരശില ഇതാണ് കാര്യങ്ങൾ. ശരി ശരി സന്ദീപ്, ഞാൻ പറയാം. സജീവൻ, അപ്പൊ അതിൽ ആ ആധാരമുള്ളപ്പോൾ മറുചോദ്യങ്ങളും ഉണ്ടാകും നിഷാദെ. മറുചോദ്യങ്ങളുടെ കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ആ മറുചോദ്യങ്ങൾ ശരി സമ്മതിച്ചു. താങ്കൾ പറയുന്ന മജിസ്ട്രേറ്റ് അവിടെ പോയത് ശബരിമല വിഷയത്തിൽ, ഇതൊരു ശബരിമല വിഷയത്തിലുള്ള പ്രശ്നമാണോ എന്ന് കൂടി ചോദിക്കണമായിരുന്നു. അതൊരു നിങ്ങളുടെ വീക്ഷണകോണിൽ അങ്ങനെ ഒരു യുക്തി താങ്കൾക്ക് തോന്നുകയാണ്. സജീവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് കാര്യങ്ങളാണ്. എന്റെ യുക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരി ശരി, രാഷ്ട്രീയമല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന് രാഷ്ട്രീയമായി ബന്ധമില്ല. അത് എന്റെ ഒരു ലേമാൻ ബുദ്ധിയിൽ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ അത് ലേമാൻ എന്ന് പറയുമ്പോൾ കൂടി സന്ദീപ് BJP നേതാവ് കൂടിയാണ്. അല്ല, BJP നേതാവ് എന്ന കപ്പാസിറ്റിയിലാണ് താങ്കൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. സംശയങ്ങൾക്ക് ശരി ഞാൻ പറയാം. സജീവൻ നോക്കൂ, ഈ ഹർത്താൽ പൂർണ്ണമായി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, ഞങ്ങളുടെ സമരം ശരിയായ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്നാണ് സന്ദീപിന്റെ അടക്കമുള്ള BJP നേതാക്കളുടെ ആത്മവിശ്വാസം. താങ്കൾ എന്താണ് ആ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്? ഇത് വലിയ തോതിൽ ബാക്ക്ഫയർ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ BJPക്കാരെ ഇനി വല്ലാതെ നോവിക്കേണ്ടതാണ്. കാരണം അവരേതാണ്ടത് പെട്ടുപോയി, ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് പെട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് പലതും ന്യായീകരിക്കേണ്ടി വരുന്നത്. നമുക്ക് ഈ ഹർത്താൽ മാത്രം എടുത്തു നോക്കിയാൽ, ഹർത്താലിൻ്റെ സ്വഭാവം മാത്രം എടുത്തു നോക്കിയാൽ ഇതിൻ്റെ നിജസ്ഥിതി വളരെ വ്യക്തമാകും. കേരളത്തിൽ എത്രയോ ഹർത്താലുകൾ BJP തന്നെ നടത്തിയാണ്, ബാക്കിയുള്ള ആളുകളുടെ പോട്ടെ. BJP നടത്തുന്ന ഹർത്താലുകൾ അവരുടെ മനസ്സിൽ തട്ടി നടത്തുന്ന ഹർത്താലാണെങ്കിൽ ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ സംഭവിക്കില്ല. ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആ ഹർത്താൽ എന്ന പേരെവിടേക്കുണ്ടെങ്കിൽ പോലും കുറേ കടകൾ അടഞ്ഞു കിടന്നിട്ടുണ്ട്, കുറേ വാഹനങ്ങൾ, ബസ്സുകൾ ഓടിയിട്ടില്ല. ഇതല്ലാതെ ബാക്കിയുള്ളിടത്ത് മുഴുവൻ ഒരു ജനജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ മുഴുവൻ വാഹനമായിട്ട് രംഗത്തിറങ്ങി. രാധാകൃഷ്ണൻ ഉൾപ്പെടെ വാഹനമായിട്ട് റോഡിലൂടെ തേരാപ്പാര പോകുമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ തട്ടുന്ന ഹർത്താലല്ല അത് തന്നെയാണ് അതിൻ്റെ തെളിവ്. കാരണം അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ പ്രഖ്യാപിച്ചു പോയി. വേറൊരു കാര്യമുള്ളത്, നമ്മൾ പറയുന്ന ഈ നേരത്തെ ഞാൻ സന്ദീപ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ദീപ് പറഞ്ഞ ഞാനൊന്ന് പറയട്ടെ സന്ദീപ്, എനിക്ക് നിങ്ങൾ ഇത്രയും പറഞ്ഞില്ല, ഞാനൊന്ന് പറയട്ടെ. സന്ദീപ് ഇവിടെ പറഞ്ഞത് അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം, ഈ മജിസ്ട്രേറ്റ് അവിടെ വന്ന എപ്പോഴാണ്? മജിസ്ട്രേറ്റ് വന്ന് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആളുകൾ മുഴുവൻ ICUയിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ആളുകൾ മുഴുവൻ ICUയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മജിസ്ട്രേറ്റ് അവിടേക്ക് എത്തിയിട്ടില്ല, വ്യാജമായിട്ടൊന്നും ഉണ്ടാക്കിയതാണ്. നേരത്തെ നിഷാദ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ ഈ മൊഴി കൊടുത്തിട്ടുള്ള മൊഴി മജിസ്ട്രേറ്റ് വന്ന് എടുത്തിട്ടില്ല അല്ല നിങ്ങൾ പറയും മജിസ്ട്രേറ്റ് വന്ന് മടങ്ങിപ്പോയി എന്നാണ് നേരത്തെ സന്ദീപ് ഇവിടെ പറഞ്ഞത്. പിന്നീട് മജിസ്ട്രേറ്റ് ഏത് സമയത്ത് വന്ന് മൊഴിയെടുത്തു? നിങ്ങൾ പറഞ്ഞു വളരെ കൃത്യമായി, നിങ്ങൾ പറഞ്ഞ റെക്കോർഡ് ഇവിടെ ഉണ്ടാവുമല്ലോ. മജിസ്ട്രേറ്റ് രാവിലെ വന്ന് മൊഴിയെടുക്കാൻ വന്നു, പക്ഷേ മൊഴിയെടുക്കാൻ കഴിയാതെ പോയി. പിന്നീട് അദ്ദേഹം വരുമ്പോഴേക്കും 3:30 എത്തുമ്പോഴേക്കും 4 മണിക്ക് ഇദ്ദേഹം മരിച്ചിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ഞരക്കത്തിന് പോലുള്ള ബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പറഞ്ഞ് സ്വയം എന്താണ് അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനവൻ്റെ നേരേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ആരെങ്കിലും എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ലേമാൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്കൊരു സംശയമുള്ളൂ. ഒരാൾ പ്രതിഷേധിച്ച് ആത്മാഹൂതി നടത്തുന്നു. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. പണ്ട് ഈ ഡൽഹിയിലൊക്കെ പലപ്പോഴും നടന്നില്ല. VP സിംഗിൻ്റെ ഭരണകാലം മണ്ഡൽ കമ്മീഷൻ കാലത്ത് ആത്മാഹൂതികളുടെ ഇതുണ്ട്. അതൊക്കെ നടുവിൽ ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് നടത്തുക. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരാൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണെങ്കിൽ അവിടെ ആളുകളുള്ള സമയത്തല്ലോ, നമുക്കിപ്പോൾ രാത്രി 1:30-ക്കല്ലേ വരിക.
അദ്ദേഹത്തിന് പ്രതിഷേധം കാണിക്കാനാണെന്ന് അങ്ങനെയാണല്ലോ വരിക. അതില്ല. പിന്നെ നിങ്ങൾ മാത്രം കേട്ട ശരണം വിളി, നിങ്ങൾ മാത്രം കേട്ട അറിയാതെ അവിടേക്ക് ഓടിപ്പോയി എന്നുള്ളതാണല്ലോ അതിൽ പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ ഒരു മനുഷ്യൻ തീപ്പൊള്ളലേറ്റ് നിങ്ങൾ പറയുന്ന രൂപത്തിൽ 100% തീപ്പൊള്ളലേറ്റാൽ ചരണം വിളിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അപ്പോൾ കരച്ചിലല്ലാണ്ട് വേറൊരു സാധനം വരാൻ സാധ്യതയില്ല. ചരണം വിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു തീപ്പൊള്ളലിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പം മൊത്തമായിട്ട് ഒരു അപഹാസ്യമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ നിരീക്ഷണം. ശ്രീ PM മനോജ് നോക്കൂ, അതായത് ഇത് ശബരിമല വിഷയത്തിലുള്ള നിങ്ങളുടെ പ്രതിഷേധമാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ യെസ് ഓർ നോ ഒരുപക്ഷെ അയാൾ പറഞ്ഞേനെ. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി അത്തരം ചോദ്യങ്ങൾ കൂടി ചോദിക്കണമായിരുന്നു. ഞെരങ്ങാൻ മാത്രം ശേഷിയുള്ള യെസ് ഓർ നോ അല്ലെങ്കിൽ ഇല്ല ഉണ്ട് മാത്രം പറയാൻ ശേഷിയുള്ള ആളോട് അപകടകരമായ ഒരു ഉത്തരവും കിട്ടാതെ വളരെ സേഫായി ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ വിശദീകരണം സന്ദീപിൻ്റെതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ശബരിമലയ്ക്ക് വേണ്ടിയാണോ ഈ ആത്മാഹുതി ശ്രമം എന്ന ചോദ്യം ചോദിച്ച് അതിനകത്തൊരു സ്പെസിഫിക്കായി ഉത്തരം ഉണ്ടാക്കിയെടുക്കാൻ മജിസ്ട്രേറ്റ് ശ്രമിച്ചില്ല എന്നത് വേറെ ചില താല്പര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ തോന്നും. ആസന്ന മരണമായി കിടക്കുന്ന ഒരു അത്യാഹിതം സംഭവിച്ച് കിടക്കുന്ന ഒരാളോട് കോടതി എന്തൊക്കെ ചോദ്യം ചോദിക്കണമെന്ന് BJP നിശ്ചയിക്കുന്ന അവസ്ഥ, അത് ഈയിടക്ക് 4 സുപ്രീം കോടതി ജഡ്ജിമാർ പുറത്ത് വന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയാണെന്ന് തോന്നുന്നു. അവർ വളരെ പറഞ്ഞ ജനാധിപത്യ അപകടത്തിലാണെന്നാണ്. കൊളീജിയത്തിലെ 4 ജഡ്ജിമാർ. അപ്പോൾ അത് ആ കൊളീജിയത്തിലെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് മാത്രമല്ല ഇവിടെ വഞ്ചൂർ മജിസ്ട്രേറ്റിനും ബാധകമാണ്. BJP ആഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ചോദ്യമാണ് ഈ ആളുകളോട് ചോദിക്കേണ്ടത്. മരണമൊഴി എടുക്കുമ്പോൾ ചോദിക്കുന്നത് ഞാൻ പഠിച്ച നിയമത്തിൽ അതില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഡ്ഢിത്തങ്ങൾ, അതായത് എന്താ ചോദിക്കുന്നത്, എന്തായിരുന്നു സംഭവം എന്ന് വളരെ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. പേര് ചോദിക്കുന്നു, അച്ഛൻ്റെ പേര് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്തായിരുന്നു സംഭവം എന്ന് ചോദിക്കുന്നത്. അതാണ് ഈ മൊഴിയിൽ പുറത്ത് വന്ന മൊഴിയിലുള്ള കാര്യങ്ങൾ. അതാണ് ഇനിയിപ്പോൾ ഈ മൊഴിയേ ഇല്ല, ഞരക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുന്നു ഒരു ഞരക്കം, മജിസ്ട്രേറ്റ് ചോദിക്കുന്നു രണ്ടാമത്തെ ഞരക്കം. അങ്ങനെയാണല്ലോ മൊഴി വരേണ്ടത്. ഇപ്പോൾ അതല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ മുന്നിലുള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ട് അതല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് എന്ത് ചോദിക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്ന അവസ്ഥ എപ്പോൾ വരും? അത് ബാക്കിയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ മാറ്റി ജയിലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അയച്ചതിന് ശേഷം ഇവരുടെ ഭരണം മാത്രം സ്ഥാപിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും. അതാണ് ഇവരുടെ ആഗ്രഹം. ഇന്ത്യൻ ഭരണഘടന മാറ്റിവെച്ചാൽ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് കോടതി പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ നിയമങ്ങൾ IPC CRPC അനുസരിച്ചിട്ടാണ് കോടതിയുടെ പ്രവർത്തനം, പോലീസിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ച് ഇവരുടെ മനുസ്മൃതി കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഇതൊക്കെ സാധിക്കുമായിരിക്കും. എന്തായാലും ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് മജിസ്ട്രേറ്റ് എന്ത് ചോദ്യം ചോദിക്കണമെന്ന് മജിസ്ട്രേറ്റ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ നിയമത്തിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അത് BJP-കാരൻ എഴുതുന്ന നിയമമല്ല. ഒന്ന്. രണ്ടാമത്, ഇവിടെ കാര്യങ്ങൾ വ്യക്തമല്ല. ഇവിടെ ബിന്ദു കൃഷ്ണൻ സജീവനും പറഞ്ഞല്ലോ. ഞാനാണെങ്കിൽ ഇവരുടെ കടുത്ത എതിരാളി, അതുകൊണ്ട് പറഞ്ഞ കുഴപ്പമാണെന്ന് ഇവർക്ക് തന്നെ പറയാം. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ വീക്ഷിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ സജീവൻ പറഞ്ഞല്ലോ, ഇവരുടെ സമരം പൊളിഞ്ഞു. ഈ പൊളിഞ്ഞ സമരം 43 ദിവസമായി ഈ പരിപാടി നടത്തുന്നത്, 11 ദിവസമായി സത്യാഗ്രഹം നടത്തുന്നത്, എണീച്ച് പോകാൻ കഴിയണ്ടേ? ഈ കുഴപ്പം ജനങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യണ്ടേ? ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു തരത്തിലും വാർത്തയാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന്, അങ്ങനെയാണ് പാവപ്പെട്ട ബൈക്ക് മറിഞ്ഞു വീണ് മരിച്ച ശിവദാസനെ ബലിദാനിയാക്കിയത്. പത്തനംതിട്ട ഹർത്താൽ നടത്തിയത് 17-ാം തീയതി. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചത്. ഏത് വേണുഗോപാലൻ നായരുടെ കഥയൊക്കെ നമുക്കെല്ലാം അറിയാം. ഇവരുടെ നേതാവ് ആര്? MD രമേശ് ഇവരുടെ നേതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവർക്ക് പല ഗ്രൂപ്പാണ്, പല ഗ്രൂപ്പിനും പല ധാരണയുമാണ്, പല താല്പര്യമാണ്. എന്തായാലും MD രമേശ് ഇവരുടെ നേതാവാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇയാൾ CPM പ്രവർത്തനാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഒരു കൃത്യമായൊരു ചോദ്യം ചോദിച്ചു. കോടതി മൊഴിയെടുത്തോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരല്ല ചോദിക്കുന്നത്. BJP-യുടെ PR വർക്കിൻ്റെ ശമ്പളക്കാരനായ സന്ദീപാണ് ചോദിക്കുന്നത്. എങ്ങനെ ശമ്പളക്കാരനായിരിക്കില്ല? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നെല്ലായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതൊന്നും എൻ്റെ വിഷയമല്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. കുടുംബക്കാരെ സംരക്ഷിക്കാനായിട്ടോ ചിറ്റപ്പന് ജോലിയായിട്ടൊക്കെ മേടിച്ചോളൂ. ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ഒച്ച വെച്ച് മിടുക്കന്മാരാണ് RSS-കാർ എപ്പോഴും മിടുക്കരാണ്. കുടുംബക്കാർക്കും കിട്ടുന്ന അതിലേക്ക് പോകണ്ട. ശരി, ഞാൻ പറയാം. താങ്കൾ അടുത്ത സമയം തുടരാം. ഞാൻ പറയാം. അങ്ങനെ ഒരു വ്യക്തിപരമായ തർക്കമാക്കിയതിനെ മാറ്റല്ലേ? ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇന്നിപ്പോ എന്തായാലും ഒരു ഹർത്താൽ ഇവിടെ നടന്നു. ഇപ്പൊ മലബാർ മേഖലയിൽ പലയിടത്തും നോക്കിയാൽ വലിയ ജനരോഷം ഈ ഹർത്താലിനെതിരെ ഉയർന്നു വരുന്നത് കാണാമായിരുന്നു. പലയിടത്തും ആളുകൾ കട തുറന്നു വെച്ചും വാഹനങ്ങൾ ഓടിച്ചും സമരക്കാരെ നേരിടുകയും ചെയ്യുന്നത് കണ്ടു. ഇതൊരു അനാവശ്യമായ ഹർത്താലാണ്
എന്ന വികാരം പൊതുവെ രൂപപ്പെട്ടു വരുന്നതും കണ്ടു. ഇത് ആകെ ഹർത്താലിനെ ഒരു സീരിയസ് ആയ കോസിന് വേണ്ടി ഒരു ജനാധിപത്യ പ്രതിഷേധ മാർഗമാക്കി ഉപയോഗിക്കാൻ വരുന്ന ഘട്ടത്തിലും ഈ നിലയിൽ തിരിച്ചടിക്കാൻ പോകുന്നു. അങ്ങനെ ആളുകൾ ഇതിനെ എടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രശ്നസന്ധിയാണ് എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായും ഹർത്താൽ എന്ന് പറയുന്ന സമരമാർഗം ഏറ്റവും അവസാനത്തെ ഒരു സമരമാർഗമായിട്ടാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിശേഷിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഹർത്താലുകൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ജനജീവിതം പെട്ടെന്ന് സ്തംഭിപ്പിക്കുന്ന ഒരു മൂവ്മെന്റിന് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജന സാമാന്യത്തിനിടയിൽ നിന്ന് അതിന് പൊതുവായ എതിർപ്പ് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സാധാരണഗതിയിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായിട്ടോ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വിലവർദ്ധന ഉൾപ്പെടെയുള്ള വിവിധ വിലവർദ്ധനവ്, സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ, ഇത്തരം കാര്യങ്ങളിലാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രഖ്യാപിക്കുന്നത്. തികച്ചും അനുചിതമായ കാര്യത്തിന് വേണ്ടി ഹർത്താൽ പ്രഖ്യാപിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇന്നത്തേതുപോലെ ഒന്നുമില്ല. അപ്രതീക്ഷിതവും ഒരു യുക്തിക്ക് നിരക്കാത്തതുമായ ഹർത്താൽ പ്രഖ്യാപിച്ച് ജാള്യതയിലായി പോയി കേരളത്തിലെ BJP. മാത്രമോ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇത് എത്രാമത്തെ ഹർത്താലാണ് BJP നടത്തുന്നത്? ഞാൻ ഓർക്കുകയെ 7/10/2018 ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജി കൊടുത്തില്ല എന്നും പറഞ്ഞ് പത്തനംതിട്ടയിൽ ഹർത്താൽ നടത്തി. 18/10/2018 തുലാമാസ പൂജയ്ക്ക് നട തുറക്കലിന്റെ തലേ ദിവസം നിലയ്ക്കലിൽ ലാത്തിചാർജ് പ്രതിഷേധിച്ചുകൊണ്ട് അവർ സംസ്ഥാനതല ഹർത്താൽ നടത്തി. 2/11/2018 ശബരിമല തീർത്ഥാടനത്തിന് പോയ ലോട്ടറി വിൽപ്പനക്കാരൻ ശിവദാസൻ ലാഹയ്ക്ക് സമയം മരിച്ച നിലയെ കണ്ടെത്തി. പിന്നീട് ശശികലയുടെ പേരിൽ നടത്തി. അങ്ങനെ കുറെ അധികം സമരങ്ങൾ നടത്തി. സന്ദീപ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നത്തെ ഹർത്താൽ ഉണ്ടല്ലോ, ഇന്നത്തെ ഹർത്താലിനെതിരെ ഒരു പൊതുവികാരം തെരുവിൽ സത്യമായും കാണാമായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ രാഷ്ട്രീയം വെച്ച് പറയുകയാണെന്ന് സന്ദീപ് പറഞ്ഞാലും ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ ഉത്തരവാദിത്തോടെ പറയുകയാണ്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാലും കാണാമായിരുന്നു. നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ച ടെലിഫോൺ ഓഡിയോ റെക്കോർഡ്സ് ഇവിടെ വാട്സാപ്പിലൂടെ നിരന്തരം പ്രചരിക്കുന്നതും മറ്റും കണ്ടു. ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു ആസൂത്രിതമായ പ്രചാരവേല ഉപയോഗിച്ച് നിങ്ങളുടെ മെറിറ്റ് തകർക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന്. അങ്ങനെയെങ്കിൽ തിരിച്ച് പ്രതികരിക്കാനുള്ള മെഷീനറി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ സംഘമൊന്നുമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നലെ സോഷ്യൽ മീഡിയയുടെയും മറ്റുമൊക്കെ ഒരു പൊതുവായ സ്വഭാവം ഈ ഹർത്താലിനെതിരായിരുന്നു. ഒരു കേരളത്തിൻ്റെ പൊതുമനസ്സിൻ്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് അതെങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നു താങ്കൾ? നിഷാദ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾക്കൊന്ന് മറുപടി ഒരു അവസരം തരണം. ഇവിടെ ഇപ്പം ശ്രീ PM മനോജ് പറഞ്ഞു കോടതി വിധിയെ ഞങ്ങളെന്തോ മജിസ്ട്രേറ്റ് എങ്ങനെ മൊഴിയെടുക്കണമെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞെന്ന്. എൻ്റെ മനോജെ, ഇവിടെ കോടതി ജഡ്ജിക്കെതിരെ സമരം നടത്തിയ പാർട്ടി ആരെയാ? ജഡ്ജിയെ നാട് കടത്തിയതാരാ? ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ ജഡ്ജിക്ക് 6 മാസത്തേക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയ പാർട്ടികളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ജഡ്ജിക്കെതിരെയും കോടതിക്കെതിരെയും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത കാണിച്ചുള്ള പാർട്ടി നിങ്ങളുടെയാണ്. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. PK ബാലിയെ നാട് കടത്തിയ സംഭവം ഞങ്ങൾ ആരും മറന്നിട്ടുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇങ്ങോട്ട് പറയരുത്. പിന്നെ ഞങ്ങളുടെ പൊളിഞ്ഞ സമരമാണെങ്കിൽ എന്തിനാണ് സാർ നിങ്ങൾ ഈ ചാനലിൻ്റെ സമയമൊക്കെ മെനക്കെടുത്തിയോടൊന്നും ചർച്ച ചെയ്യുന്നത്? ഞങ്ങളുടെ പൊളിഞ്ഞ സമരത്തെ ആ വഴിക്ക് വിട്ടേക്കൂ. നിങ്ങൾക്ക് ആശങ്കയില്ലാത്ത ആങ്സൈറ്റി ഇല്ലാത്ത ഒരു സമരത്തിന് വേണ്ടി എന്തിനാണ് പബ്ലിക് സ്പേസ് ഇത്ര കൊടുക്കുന്നത്? നിങ്ങളത് വിട്ടേക്കൂ, മറന്നു കളഞ്ഞേക്കൂ. ഞങ്ങളുടെ സമരം ജനം തള്ളിക്കളഞ്ഞോളട്ടെ, ഞങ്ങൾ സഹിച്ചു. ദയവേത് CPM-കാർ ഞങ്ങളുടെ സമരത്തിന് സ്പേസ് അല്ല. നിങ്ങളുടെ സമരത്തെ ഒരു മഹാകാര്യമായി ഇവിടെ എടുക്കുന്നു എന്നതുകൊണ്ട് ആ നിലയ്ക്ക് കാണേണ്ട സന്ദീപ്. നിങ്ങളുടെ സമരത്തിന്റെ പേരിൽ നിങ്ങൾ ആളുകളുടെ സ്വന്തം ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ലല്ല ഈ ചർച്ച. മറുപടി അത് ശരി. പക്ഷെ അത് നിങ്ങൾ ഇപ്പോൾ അതിന് ചർച്ചാഘട്ടത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ആളുകളുടെ സ്വന്തം വിഹാരത്തെ തടസ്സപ്പെടുത്തുന്നത് വരുമ്പോഴാണ്. അല്ല, ഞാൻ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ അങ്ങ് ഇവിടെ നിന്ന് ഇപ്പോൾ 4 ഡേറ്റൊക്കെ ഉദ്ധരിച്ച് ഹർത്താലിനെതിരെ ഘോരം വാദിക്കുന്നുണ്ടല്ലോ. ശ്രീമതി ബിന്ദു കൃഷ്ണ 2006 ഡിസംബർ 30 എന്ന് പറയുന്നൊരു തീയതി ഓർമ്മയുണ്ടോ? ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ. ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് 2006 ഡിസംബർ 30 എന്ന് പറയുന്ന ഡേറ്റ് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കണം. സദ്ദാം ഹുസൈനെ ഇറാഖിൽ തൂക്കിക്കൊന്നപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തി. ആരാ ആഹ്വാനം ചെയ്തത്? ഇടതുമുന്നണി. അന്നത്തെ KPCC പ്രസിഡന്റ് നിരുപാധിക പിന്തുണ കൊടുത്തു. അതൊരു വ്യാജ ഹർത്താലായിരുന്നു. അതൊരു വ്യാജമായ കാരണം പറഞ്ഞുള്ള ഹർത്താലായിരുന്നു. സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നത് അമേരിക്കയാണ്. ഞാൻ ആ കാര്യത്തിൽ ഒരു തർക്കത്തിന് വരികയാണ് സന്ദീപ്. അതിൽ സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടുവെന്നും അയാളെ അമേരിക്ക കൊലപ്പെടുത്തിയതാണ് എന്നത് നമ്മുടെ മുൻപിലുള്ള വസ്തുതയാണ്. അല്ലാതെ നിങ്ങൾ പറയും പ്രകാരം എവിടെയോ മരിച്ച ഒരു മനുഷ്യൻ ഞങ്ങളുടെ കോസിന് വേണ്ടി മരിച്ചയാളാണെന്ന കള്ളം പറഞ്ഞുള്ള സമരമായിരുന്നു അത്. അല്ല, നിങ്ങളുടെ ചർച്ച, നിങ്ങളുടെ നേതാക്കൾ എല്ലായിടത്തും പറയുന്നത് കേട്ടു സദ്ദാം ഹുസൈന്റെ കാര്യം. സദ്ദാം ഹുസൈൻ മരിച്ചുവല്ലോ, അമേരിക്ക കൊന്നുവല്ലോ. ഈ 2 കാരണവും പറഞ്ഞായിരുന്നു ഹർത്താൽ. നിങ്ങളുടേതുപോലെയല്ല.
വിചാരണ പോലും ഇല്ലാതെ പറഞ്ഞല്ലോ ആ അഭിപ്രായം നിഷാദിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ അതിന് മറുപടി പറയാം. സദ്ദാം ഹുസൈനെക്കാട്ടിൽ 1000 മടങ്ങ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് വേണുഗോപാൽ. സദ്ദാം ഹുസൈൻ ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെയോ രമേശ് അല്ല, അത് ഏത് വഴിക്കാണ് വേണ്ടപ്പെട്ടവരെന്ന് കൂടി പറയണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ വഴികളും തെറ്റുകയാണ്. സന്ദീപ് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, മനസ്സിലാവണമല്ലോ. BJP പ്രവർത്തകനാണോ, RSSകാരനാണോ? അയാൾക്കൊരു അപകടമുണ്ടായി, അയാൾ ആശുപത്രിയിൽ കൊണ്ടപ്പോൾ ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ വണ്ടിയിൽ കയറാൻ എന്ന ചോദ്യമുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം അയാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശം പരിശോധിക്കുമ്പോൾ അതിനകത്ത് എവിടെയും അയാൾക്ക് അയ്യപ്പനെ കുറിച്ച് പറയാനില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം, ഒരൊറ്റ മിനിറ്റ് സന്ദീപേ, ഒരൊറ്റ മിനിറ്റ്. സജീവൻ, ഇവിടെ BJP എന്തായാലും ഇങ്ങനെ നിരന്തരം ഹർത്താലുകൾ തുടരുകയാണ്. വലിയ തോതിൽ അതിന്റെ ബാക്ക് ഫയറിംഗ് ഉണ്ടാവുന്നത് നമുക്കറിയാം. വലിയ തോതിലുള്ള പൊതുജനരോഷവും ഉണ്ടാവുന്നുണ്ട്. താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ കേരളത്തിന്റെ പൾസ് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം BJPക്ക് ഉണ്ട് എന്നാണോ, അതോ അതിനകത്ത് നടക്കുന്നതിൽ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് ഈ നിരന്തര ഹർത്താലുകൾ എന്നാണോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആഭ്യന്തര പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. കാരണം BJPക്ക് കൃത്യമായിട്ട് അവരുടെ ദിശാബോധം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. അവർക്ക് കൃത്യമായിട്ട് ഈ ശബരിമല പ്രശ്നത്തിൽ അവർ പോലും പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവരുടെ ആളുകൾ കൊടുത്തിട്ടുള്ള ഒരു കേസ്, യങ് ലോയേഴ്സ് ഫോറം എന്ന് പറയുന്ന അവരുടെ ആളുകൾ, അവർക്ക് താല്പര്യമുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള കേസ്, അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് പിന്നെ ഭയ്യാജി ജോഷിയെ പോലുള്ള ആളുകൾ, ആർ ഹരിയെ പോലുള്ള ആളുകൾ, O രാജഗോപാലിനെ പോലുള്ള ആളുകൾ, ഈവൻ PS ശ്രീധരൻപിള്ളയെ പോലുള്ള ആൾ, ഇവരൊക്കെ ഇത് പ്രകീർത്തിച്ച് പറഞ്ഞതാണ്. ഇതിന് മുമ്പേ തന്നെ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് കേസ് വിധി വന്നു. അതിനുശേഷം പന്തളത്ത് ചില ഈ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധമുണ്ടായപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടിയപ്പോൾ അതിൽ താല്പര്യം, അത് കോൺഗ്രസ്സുകാർക്കും താല്പര്യം തോന്നിയിരുന്നു. അതോട് കൂടിയിട്ടാണ് പിന്നീട് അങ്ങ് ഏറ്റെടുക്കാൻ തോന്നി. പക്ഷേ അപ്പോഴൊക്കെ ഇത് ഏതാണ്ട് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു. സമയപരിമിതി കൊണ്ട് എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തപ്പെട്ടു പോയി. നന്ദി സജീവൻ, ബിന്ദു കൃഷ്ണ, സന്ദീപ്, PM മനോജ്. ചർച്ചയുടെ ഭാഗമായതിന് നിങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചതിന്.